പറഞ്ഞു വിട്ടേര്, ഞാൻ അങ്ങ് പോരാം. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അമ്മച്ചി പതുക്കെയും ഉറക്കയും നിലവിളിച്ചു, അലറി വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ മതിയായി, നീ മാലാഖയെ പറഞ്ഞ് ഇവിടെ, ഞാൻ അങ്ങ് പോരാം. പക്ഷേ മാലാഖ വന്നില്ല. മക്കൾ ആരെങ്കിലും സ്വന്തം അമ്മ മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുമോ? എനിക്കറിയില്ല. ഈ നാട്ടുകാരുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ഈ നാട്ടിൽ ഞാൻ ആദ്യം വരികയാണ്. ചില മനുഷ്യരൊക്കെ സ്വന്തം അമ്മ മരിച്ചു കിട്ടാൻ വേണ്ടി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ആരും അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ 5 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ഒരു ദിവസം, കർത്താവേ ഞങ്ങളുടെ അമ്മയെ നീ അങ്ങ് എടുത്തോ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഇത് കണ്ട് സഹിക്കവയ്യാഞ്ഞിട്ടാണ്. കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മ കിടന്ന കിടപ്പിൽ ബഡ്സോറ് വന്ന് ശരീരം പൊട്ടി വ്രണം വച്ച് അമ്മയുടെ ശരീരത്തിൻ്റെ നാറ്റം ആർക്കും സഹിക്കവയ്യ. സ്വന്തം ശരീരം ചീഞ്ഞു നാറുന്ന ദുർഗന്ധം കാരണം അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ വയ്യ. മക്കൾക്കും ആ വീട്ടിൽ പാർപ്പ് ബുദ്ധിമുട്ടായി. നല്ല ഐക്യമുള്ള സഹോദരങ്ങളാണ്. സഹികെട്ടപ്പോഴാണ് അവർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, മനുഷ്യ ശരീരം ചീഞ്ഞാൽ ഇത്രയും ദുർഗന്ധം ലോകത്ത് വേറെ ഒരു ജീവിയുടെ ശരീരം ചീഞ്ഞാലുമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് ദുർഗന്ധമാണ് മനുഷ്യ ശരീരം ചീഞ്ഞാൽ. കൂടെ ഒരു പരമാർത്ഥം കൂടെ പറയാം, ജീവിച്ചിരുന്നാലും മരിച്ചാലും ഇത്രയ്ക്ക് നാറ്റമുള്ളൊരു ജീവി ലോകത്ത് വേറെ ഇല്ല. ആ സാധനത്തിൻ്റെ പേര് മനുഷ്യൻ. നിങ്ങൾ ആ സാധനത്തെ കണ്ടിട്ടില്ലെങ്കിൽ കാണാനൊരു കുറുക്ക് വഴി ഇപ്പോൾ പറഞ്ഞു തരാം. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്നാ കാണാം ആ നാറ്റമുള്ള ജീവിയെ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചി കിടന്ന് നരകിക്കുകയാണ്. നിലവിളിച്ച് അമ്മച്ചിയുടെ കണ്ണുനീര് പറ്റി. 10 കൊല്ലം കിടന്ന അമ്മച്ചി വയസ്സ് 85. കേൾക്കണം, 1 കൊല്ലം മുമ്പ് കഴിഞ്ഞ ജാനുവരി മാസത്തിൽ ആ വീട്ടിലേക്ക് മരണദൂതൻ പടി കയറി ചെന്നു. അമ്മച്ചി കിടക്കുന്ന മുറിയിലേക്ക് കയറി. പക്ഷേ അമ്മച്ചി കിടക്കുന്ന കട്ടിലിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. മരണദൂതൻ യാതൊരു ശബ്ദവും കേൾപ്പിക്കാതെ പൂച്ച നടക്കും പോലെ പതുങ്ങി നടന്ന് അമ്മച്ചി കിടക്കുന്ന മുറിക്കുള്ളിലൂടെ അപ്പുറത്തെ മുറിയിലേക്ക് കയറിപ്പോയി. അവിടെ ഈ അമ്മച്ചിയുടെ ഇളയ മകന്റെ മൂത്ത മകൻ 14 വയസ്സുള്ള സുന്ദരക്കുട്ടൻ, മനോഹരമായി പഠിക്കുന്ന ബുദ്ധിമാനായ ഒരു കുഞ്ഞ്, 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പാഠപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുക. കസേരയിൽ ഇരുന്ന് മേശപ്പുറത്ത് പുസ്തകം തുറന്നു വെച്ച് 2 കൈമുട്ടും മേശമേൽ കുത്തി താടിക്ക് കൈ താങ്ങിയിരുന്ന് കുനിഞ്ഞിരുന്ന് പുസ്തകം വായിക്കുന്ന കുഞ്ഞിന്റെ പുറകിൽ ചെന്നവൻ നിന്നു. ആര്? മരണദൂതൻ. എന്നിട്ട് പതുക്കെ അവന്റെ ചുമലിൽ തട്ടി. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ കുഞ്ഞിനോട് ചിരിച്ചുകൊണ്ട് മരണദൂതൻ പറഞ്ഞു, പേടിക്കേണ്ട മോനെ, ഞാനാ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ദൈവം അയച്ചിട്ട് വന്നതാ. നിന്റെ ഭൗമലോകവാസകാലം തീർന്നു. ഇനി നിന്റെ പാർപ്പ് ബാക്കി പറുദീസയിലാണ്. നിന്നെ കൊണ്ടുപോകാൻ അയച്ചതാണ് എന്നെ. എന്നാൽ പിന്നെ പോകാം. ഒരു വാക്ക് ഉരിയാടാതെ, ആരോടും യാത്ര പറയാതെ ആ കുഞ്ഞു പോയി. അവനെയും കൊണ്ട് അമ്മച്ചി കിടക്കുന്ന മുറിയിലേക്ക് കയറി. യാതൊരു ശബ്ദവും കേൾപ്പിക്കാതെ അവനെയും കൊണ്ട് പടിയിറങ്ങി മരണദൂതൻ പോയി. ഇവനെ കോമാളി എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? അമ്മച്ചി ഇപ്പോഴും മിച്ചം കിടക്കുകയാണ്. പോയിട്ടില്ല, കൊണ്ടുപോയിട്ടുമില്ല. കോമാളി, ഔചിത്യബോധമില്ലാത്ത കോമാളി. ആരെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഏതുവിധം പിടികൂടി കൊണ്ടുപോകുമെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ലല്ലോ. അതുകൊണ്ടാ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഗ്യാരണ്ടിയില്ലാത്ത ജീവിതമാണ് എന്റെയും നിന്റെയും. ഞാൻ ഇനിയും നനയ്ക്കുന്നുണ്ടാകും. ഇനി എനിക്ക് മുമ്പിൽ ദീർഘമായൊരു കാലം ജീവിച്ചു തീർക്കാൻ ബാക്കി കിടപ്പുണ്ടെന്ന് ആരോഗ്യ പോക്കറ്റിൽ പണമുള്ളവരും നല്ല വിദ്യാസമ്പന്നരായ ആളുകളും ഒരു പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എടുത്തിട്ട് ഇങ്ങനെ വിധി എഴുതി പറയുന്നുണ്ടാകും, തൽക്കാലം എനിക്ക് തരക്കേടൊന്നുമില്ല, എന്റെ ഹാർട്ടിന് 30-40 കൊല്ലത്തേക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്. കിഡ്നി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ലിവർ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ആന്തരിക അവയവങ്ങളൊന്നും തകരാറില്ല, തലച്ചോറ് മൊത്തം സ്കാൻ ചെയ്തു ഒരു മുഴവ് ഒരു തടിപ്പ് ഒന്നും കാണാനില്ല, എന്റെ ആരോഗ്യം വളരെ ഫിറ്റാണ്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും ഇരിക്കുന്നുണ്ടാകാം. ദൈവമക്കളെ, ഇതൊക്കെ സത്യവുമായിരിക്കാം. പക്ഷേ മരിക്കാൻ ഈ വക ഒരു കാരണവും വേണ്ട. ഒരു കാരണവും വേണ്ട. അപ്രതീക്ഷിതമായി സംഭവിക്കാം. എങ്ങനെയെന്ന് നിശ്ചയമില്ല. മരണമെന്ന കോമാളിയുടെ ഔചിത്യബോധമില്ലാത്ത ഇടപെടലിന്റെ വ്യക്തമായ സാക്ഷിയാണ് ഈ നിന്ന് സംസാരിക്കുന്ന അച്ഛൻ. നിങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്കും അത് അറിയാമായിരിക്കാം. ദൈവം ഞങ്ങൾക്ക് തന്നത് 3 ആൺകുഞ്ഞുങ്ങളെ.
ഞങ്ങളുടെ മൂത്ത മകൻ മത്തായി കുഞ്ഞ് മിടുക്കനായിരുന്നു, സുന്ദരനായിരുന്നു, മധുരമായി പാടുമായിരുന്നു, സുന്ദരമായി ചിത്രം വരയ്ക്കുമായിരുന്നു. 12ാമത്തെ വയസ്സിൽ അവസരം കിട്ടുന്നവരോടെല്ലാം സുവിശേഷം പറയുമായിരുന്നു. ഒരാൾ നിന്ന് പുകവലിക്കുന്നത് കണ്ടാൽ വല്ല പരിചയവുമുണ്ടെങ്കിൽ അയാളുടെ ചുണ്ടിൽ നിന്ന് വീഡിയോ സിഗരറ്റോ എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് പൊന്നപ്പച്ച ഇതിങ്ങനെ വലിച്ചു മരിക്കുന്നത് എന്തിനാണെന്ന് പച്ചയ്ക്ക് ചോദിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 12 കൊല്ലം മുമ്പ് ഒരു ദിവസം ഞാനൊരു സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ ഓടി വന്നെന്നെ കൈവരിച്ച് ബ്ലോക്ക് ചെയ്തു. എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു പ്രസംഗമുണ്ട്. എപ്പോൾ വരും? രാത്രി 10:30 മണിയാകും. എന്തേ, ഇന്ന് 9:30 വരാമോ? ഞാൻ പറഞ്ഞു സാധിക്കില്ല അച്ചാച്ച, 9:30 വരണം. പറ്റില്ല കുഞ്ഞെ, 9:30 വരെ പ്രസംഗമുണ്ട്. എൻ്റെ കയ്യിൽ വണ്ടിയില്ല, ആരെങ്കിലും കൊണ്ടുവിട്ടാലേ വരാനൊക്കൂ, 10:30 മുമ്പ് വരാനൊക്കില്ല. ഇല്ലേ? ഇല്ല. എങ്കിൽ വേണ്ട. എൻ്റെ 2 കവിളിലും അമർത്തി ചുംബിച്ചെന്നെ യാത്രയാക്കിയതാണ് എൻ്റെ പൊന്നുമോൻ. 9:55 ഞാൻ വീട്ടിലെത്തിയെങ്കിലും എൻ്റെ ഭാര്യ പറഞ്ഞു, മോൻ കൃത്യം 9:30 ഉറങ്ങി. 2 വട്ടം ചോറ് വാങ്ങി വയറ് നിറച്ചുണ്ടിട്ടാണ് അവൻ കിടന്നുറങ്ങിയത്. ഞാൻ അവനെ ശല്യം ചെയ്യാൻ പോയില്ല. എന്നാൽ 10:30 മണിക്ക് എൻ്റെ ഭാര്യ നിലവിളിക്കുന്നത് കേട്ട് ഞാൻ ഓടിപ്പാഞ്ഞു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, കമിഴ്ന്നു കിടന്ന നിലയിൽ ഒരു കാർഡിയാക് അറ്റാക്ക് ഉണ്ടായിട്ട് ഈ ഉറക്കത്തിൽ ഈ കുഞ്ഞിൻ്റെ പ്രാണൻ പറിച്ചെടുക്കപ്പെട്ട നിലയിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് അവൻ്റെ ശരീരം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. ഔചിത്യബോധമില്ലാത്ത കോമാളിയുടെ ഇടപെടൽ പച്ചയ്ക്ക് കണ്ടതാണ് അച്ഛൻ. നിങ്ങൾ തിരിച്ചറിയുമാറാകണം. ഈ കുഞ്ഞ് ഇങ്ങനെ വളരെ ആകസ്മികമായ ഒരു കാർഡിയാക് അറ്റാക്ക് ഉണ്ടായി ലോകത്ത് നിന്ന് പറിച്ചെടുക്കപ്പെട്ടു. തിരിച്ചറിയണം. അപ്പോൾ മുതൽ പിറ്റേന്ന് വൈകിട്ട് 5 മണി വരെയുള്ള ഇടവേളയ്ക്കുള്ളിൽ 111 പ്രത്യാശാഗാനങ്ങൾ ഇടതടവില്ലാതെ സ്വന്തം മകന്റെ പെട്ടിക്കടുത്ത് നിന്ന് അത്യുച്ചത്തിൽ പാടിയ ഒരു അപ്പനാണ് ഞാൻ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, സ്വന്തം കുഞ്ഞിന്റെ വേർപാടിൽ മനം തകർന്നു പോയ ഈ പുരോഹിതനെ ഏതു വാക്കിൽ ആശ്വസിപ്പിക്കുമെന്ന് ആശങ്കപ്പെട്ട് 3-4 ബിഷപ്പന്മാരും 100 അച്ഛന്മാരും ആയിരക്കണക്കിന് പുരുഷാരവും ശ്വാസം മുട്ടലോടെ നിൽക്കുന്നത് കണ്ടിട്ട് സ്വന്തം കുഞ്ഞിന്റെ ശവപ്പെട്ടിക്കടുത്ത് എഴുന്നേറ്റ് നിന്ന് 1.5 മണിക്കൂർ നേരം മകന് വേണ്ടി ചരമപ്രസംഗം പറഞ്ഞ് അവനെ യാത്രയാക്കിയ അപ്പനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മരണമെന്ന കോമാളിയുടെ ഇടപെടൽ പച്ചയ്ക്ക് കണ്ട ഒരപ്പൻ. അതുകൊണ്ടാണ് തീർത്തു പറയുന്നത്, ഞാനും നിങ്ങളും അറിയുന്നില്ല, നാളെ സൂര്യൻ ഉദിക്കും വരെ ഞാനും നീയും ഈ ശരീരത്തിൽ ബാക്കിയിരിക്കുമെന്ന് നിശ്ചയമില്ല. കോതമംഗലത്ത് നിന്നാണ് അച്ഛൻ വരുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയും കൊടുങ്കാറ്റും പേമാരിയും നിറഞ്ഞു പെയ്ത ഒരു സായങ്കാലം, അന്ന് പ്രഭാതത്തിൽ തങ്ങളുടെ മക്കളെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് തലമുടി ചീകിക്കെട്ടി അവർക്ക് വാരിയും കോരിയും കൊടുത്ത് അവരെ സ്കൂൾ ബാഗ് പുറത്തു തൂക്കി കവിളിൽ മുത്തം കൊടുത്ത് സ്കൂളിൽ വിട്ട അമ്മമാര് വൈകിട്ട് കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ ചൂടോടെ ആഹാരം വിളമ്പി അവരെ തീറ്റാൻ ആ ചൂടുള്ള ആഹാരവുമായി കാത്തിരുന്നു അമ്മമാര്. സ്കൂൾ ബസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് മടങ്ങി വരികയാണ്. കോതമംഗലത്തെ പ്രശസ്തമായ ഒരു പള്ളിക്കൂടത്തിലെ സ്കൂൾ ബസ്. പ്രിയപ്പെട്ടവരെ, ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി. അവിടെയാണ് 3 കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അവരിറങ്ങിയില്ല. കാരണം അവർ ഇവിടെ ഇറങ്ങിയാൽ NH ക്രോസ് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഈ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ ഒരു അപകട സാധ്യതയുള്ളത് കൊണ്ട് അവർ ബസ്സിൽ തന്നെ ഇരുന്നു. ബസ് അങ്ങേ കവലയ്ക്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിരിക്കുന്ന വശത്ത് ഇറങ്ങാനാ ഈ 3 കുഞ്ഞുങ്ങൾ ആ ബസ്സിൽ യാത്ര തുടർന്നത്. പക്ഷേ അടുത്ത വളവിൽ ഭീമാകാരമായ ഒരു മരം കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ ഈ സ്കൂൾ ബസ്സിന്റെ മുകളിലേക്ക് ഇടിച്ചമർന്നു വീണപ്പോ 5 പിഞ്ചു കുഞ്ഞുങ്ങൾ തല ചതഞ്ഞരഞ്ഞ് ഇരുന്ന സീറ്റിൽ തീർന്നുപോയി. ആ കൂട്ടത്തിൽ ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവര്, അലമുറയും കണ്ണുനീരും ഇടതടവില്ലാതെ അന്ന് രാത്രി 12 മണി വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും പ്രത്യേകം ഉത്തരവിട്ടതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിക്കാതെ ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അന്ന് രാത്രി 9 മണിക്ക് ആംബുലൻസിൽ കൊണ്ടുവന്ന് മുറ്റത്തിറക്കി കിടത്തുമ്പോൾ മാതാപിതാക്കളുടെ നിലവിളി കേട്ടു നിൽക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. നാടടങ്കം അലറുകയായിരുന്നു, നിലവിളിക്കുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിശ്ചയമില്ല എനിക്കും നിങ്ങൾക്കും എപ്പോഴെവിടെ വെച്ച് എങ്ങനെ ആരാദ്യം, അതിന് പ്രായഭേദമില്ലല്ലോ. ഓർമ്മ വേണം, നാളെ എന്റെ മുമ്പിൽ ഇല്ല, നിന്റെ മുമ്പിൽ ഇല്ല. എനിക്കും നിനക്കും ഈ ഭൂമിയിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഓർക്കുക, ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ പറയില്ല ഇനി ആരും. ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ. ആകയാൽ എനിക്ക് മുമ്പിൽ ശിഷ്ടമുള്ള സമയം ഞാൻ ബുദ്ധിപൂർവം വിനിയോഗിക്കണം. ഞാനൊരു ഭോഷനായി ജീവിക്കരുത്, ഞാനൊരു ജ്ഞാനിയായി ജീവിക്കണം. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാകയാൽ സമയം
തക്കത്തിൽ ഉപയോഗിപ്പീൻ. ഹല്ലേലൂയാ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വയം പറയുന്നത് എനിക്ക് പലതും അറിയാമെന്നല്ലേ. കേട്ടെ, ശാസ്ത്രത്തെക്കുറിച്ച് അച്ഛന് പലതും അറിയാം. വൈദ്യശാസ്ത്രം അച്ഛൻ പഠിച്ചിട്ടില്ലെങ്കിലും വൈദ്യശാസ്ത്രത്തിലെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അച്ഛൻ അറിയാം. ഭൂമിശാസ്ത്രം അച്ഛൻ്റെ വിഷയമല്ലെങ്കിലും ഭൂമിശാസ്ത്രത്തിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ അച്ഛൻ അറിയാം. ജ്യോതിശാസ്ത്രം അച്ഛൻ പഠിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാം. തച്ചുശാസ്ത്രം അച്ഛൻ പഠിച്ചിട്ടില്ലെങ്കിലും തച്ചുശാസ്ത്രത്തിൻ്റെ ഗതിവിഗതികളും കുറച്ചൊക്കെ അച്ഛൻ അറിയാം. ദൈവശാസ്ത്രമാണ് അച്ഛൻ പഠിച്ചതെന്ന് പറയുന്നെങ്കിലും ഏറെ അറിയില്ലെങ്കിലും അതിൻ്റെയും പൊട്ടും പൊടിയുമൊക്കെ അറിയാം. ഈ അറിവൊക്കെ എനിക്കുണ്ടെങ്കിലും എൻ്റെ നാളുകൾ ഇനി എത്ര ബാക്കിയുണ്ടെന്ന് എണ്ണി നോക്കാനുള്ള അറിവ് എനിക്കില്ലെങ്കിൽ ഞാൻ അറിഞ്ഞ അറിവ് കൊണ്ട് എനിക്കെന്ത് കാര്യം? ആമേൻ. അറിയേണ്ടപ്പോൾ അറിയേണ്ടതുപോലെ അറിയാത്തൊരാൾക്ക് അറിവുണ്ടെന്ന് അഭിമാനിച്ചിട്ട് എന്ത് കാര്യം? അറിയണ്ടവനെ അറിയണ്ടേ, അറിയേണ്ടതുപോലെ അറിയണ്ടേ. ഹല്ലേലൂയാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ വലിയ എണ്ണൽ വിദഗ്ധരാ. ജീവിതം തന്നെ ഒരു എണ്ണലാണല്ലോ. മനുഷ്യ ജീവിതം എണ്ണലിൻ്റെ ജീവിതമാണ്. ഒന്ന് ഓർത്തേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ബോർഡ് എക്സാം എഴുതാൻ ഒരുങ്ങുകയാണ്. 10ലും 12ലും ബോർഡ് എക്സാം ആണല്ലോ. ഒന്നോർത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു, അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയതാ 10ലും 12ലും ക്ലാസ്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠപുസ്തകം പഠിച്ചില്ല. മെയ്യിലും ജൂണിലും പാഠപുസ്തകം പഠിച്ചില്ല. അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചത് വേറൊരു പുസ്തകമാണ്. ആ ബുക്കിൻ്റെ പേരാണ് ഫേസ്ബുക്ക്. ഇവിടെ ആർക്കും അതേക്കുറിച്ച് പരിചയമില്ല. ഞാൻ നിൽക്കുന്നത് കേരളത്തിലുള്ള ഒരു സ്ഥലത്തല്ലെന്ന് തോന്നുന്നു. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവദൂതന്മാരാണെന്ന് തോന്നുന്നു. മനുഷ്യരുടെ ഭാവമൊന്നും ഈ ആളുകളിൽ ഞാൻ കാണുന്നില്ല. എന്തൊരു നിഷ്കളങ്കർ! എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച ബുക്കിൻ്റെ പേര് ഫേസ്ബുക്ക്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് പാഠപുസ്തകം എവിടെയെന്ന് നോക്കിയില്ല, പാഠങ്ങളൊന്നും പഠിച്ചില്ല, അതിലെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ അവർ വേറെ ചില ബുക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവരും ആപ്പ് വെച്ചുകൊണ്ടിരിക്കുക, വാട്സാപ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്തങ്ങ് മുങ്ങിക്കിടക്കുക. പ്രായഭേദം ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചാറ്റി ഒടുവിൽ ചീറ്റിപ്പോയ ജീവിതങ്ങളും തീർന്നുപോയ ജന്മങ്ങളും ഇരിപ്പുണ്ട് ഈ പന്തലിലും ശബ്ദപരിധിക്കുള്ളിലും. ഓർക്കണം, അങ്ങനെ മാസങ്ങൾ പൊഴിഞ്ഞു പോയത് കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ ജാനുവരി ഇങ്ങോട്ട് എത്തിയപ്പോൾ പിള്ളേർക്ക് വല്ലാതെ എണ്ണൽ തുടങ്ങി. അയ്യോ, ജാനുവരി മാസമായി, മാർച്ച് മാസം 12-ാം തീയതി പരീക്ഷ. അയ്യോ, ഇനി 2.5 മാസം തികച്ചുമില്ല. എണ്ണൽ ആരംഭിച്ചു. അയ്യോ, ഇനി 40 ദിവസമുള്ളൂ. ഇനി 30 ദിവസമുള്ളൂ. ഇനി 15 ദിവസമുള്ളൂ. ഇനി 7 ദിവസം പരീക്ഷയാ. ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തലയ്ക്ക് ഭ്രാന്ത് വരിക, ഞാൻ എങ്ങനെയാ പാസ്സാകുന്നത്? എണ്ണലോടെണ്ണൽ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ സമയം വന്നാൽ പിന്നെ അമ്മമാരും എണ്ണാൻ തുടങ്ങും. എടാ കൊച്ചെ, നീ അവിടെ ഇരിക്കല്ലേ, നീ ഇരുന്ന് ഇങ്ങനെ TV കാണല്ലേ, നീ വേറെ ഒന്നും കണ്ടുകൊണ്ടിരിക്കല്ലേ, മോളെ നീ കിടക്കല്ലേ, നീ കിടന്ന് ഉറങ്ങല്ലേ, എണീറ്റിരുന്ന് പഠിച്ചേ, നിനക്ക് പരീക്ഷയാ, ഇരുന്ന് പഠിക്കേ, കാപ്പിയം കുടിച്ചേ, എന്നിട്ടിരുന്ന് പഠിച്ചേ. പിള്ളേർക്ക് കിടക്ക പ്രതി കൊടുക്കത്തില്ല, ഇരിക്ക പ്രതി കൊടുക്കത്തില്ല, ഇരിക്കാൻ സമ്മതിക്കില്ല, കിടക്കാൻ സമ്മതിക്കില്ല, പാഠപുസ്തകം വായിക്കാനും പഠിക്കാനും സമ്മതിക്കില്ല, അടുത്തൊന്നും മാറുകയില്ല. അമ്മമാർക്കൊക്കെ ഭ്രാന്താ. അടുത്ത് പോയിരുന്ന ഒരേ വർത്തമാനമാ, വായിക്കുക പഠിക്കുക. അപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ ഇങ്ങനെ തോന്നുക, ഈ ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസക്കാലത്തേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരെ ഏതെങ്കിലും നാട്ടിലേക്ക് ഒരു വിസ സംഘടിപ്പിച്ച് കയറ്റിവിട്ടിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സമാധാനമായിട്ടുള്ള പരീക്ഷ എഴുതി 10 മാർക്ക് അധികം മേടിച്ചതിനെ പരീക്ഷിക്കാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മമാർ പലരും പരീക്ഷ കഴിയുമ്പോഴേക്കും മെൻ്റൽ ഹോസ്പിറ്റലിലാക്കേണ്ട കണ്ടീഷനിലാവും. ഇപ്പം തന്നെ ഈ കൺട്രോൾ വിട്ടു തുടങ്ങിയ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വെട്ടം എന്നെ കാണാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണാൻ വെട്ടം വെച്ചിട്ടില്ല. നിങ്ങൾ ഇരുട്ടിൻ്റെ മക്കളെ പോലെ ഇരിക്കുന്നു. പലരും സക്കായിയുടെ സന്താനങ്ങൾ
ആഭരണങ്ങളാണെന്ന് ഇരിപ്പ് കണ്ടാൽ അറിയാം, ഒളിച്ചാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് ബോധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എണ്ണം പറഞ്ഞേനെ എത്ര അമ്മമാർ ആ ടൈപ്പ് ഇതിനകത്തുണ്ടെന്ന് ശരിക്കും കാണാൻ മേല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവ്. അങ്ങനെ പരീക്ഷയെക്കുറിച്ച് എണ്ണി, പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞിട്ടും എണ്ണൽ തീരുന്നില്ല. എഴുതി തീർന്ന അന്ന് എണ്ണൽ തുടരുകയാണ്. വിഷയം മറ്റൊന്നാണ്. അയ്യോ, റിസൾട്ട് എന്നാ വരിക, എന്തായിരിക്കുമോ റിസൾട്ട്, എത്ര മാർക്ക് കിട്ടുവാവോ, ഏത് ഗ്രേഡ് എനിക്ക് കിട്ടുവാവോ, ഏകജാലകത്തിലൂടെ കയറാൻ പറ്റുമോ, വേറെ ജാലകം നോക്കി പോകേണ്ടി വരുമോ? എണ്ണൽ അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എണ്ണൽ അവിടെയും തീരുന്നില്ല. മനുഷ്യ ജീവിതം എണ്ണലിൻ്റെ ജീവിതമാണ്. ഒരു പെൺകുട്ടി വിവാഹിതയായി 1-2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് വിദേശത്ത് പോയി. ഈ പെൺകുട്ടി അന്ന് മുതൽ എണ്ണൽ തുടങ്ങും. അയ്യോ, എൻ്റെ ഭർത്താവിനി എന്നാ വരിക, ഞാൻ എന്നാ എൻ്റെ പ്രാണേശ്വരനെ കാണുക. അയ്യോ, 2 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? അയ്യോ, ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? അയ്യോ, ഇത്രയും മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? ദൈവമേ, ഇത്രയും മിനിറ്റ്, ഇത് ഏത് കാലത്താ തീരുക എന്ന് ഞാൻ എൻ്റെ പ്രിയനെ കാണുമാവോ? എണ്ണുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വിദേശത്ത് പോയ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് വല്ല വിചാരവും ഉണ്ടെങ്കിൽ അവനും അവിടെ ഇരുന്ന് എണ്ണൽ എന്ന് കാണും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ തമ്പുരാനെ, അയ്യോ, ഇനി എത്ര മാസം, എത്ര വർഷം ഞാൻ കാത്തിരിക്കണം? എണ്ണലാണ് ജീവിതം. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഒരു പെൺകുട്ടി വിവാഹിതയായി, ഏറെ നാൾ കഴിയുമ്പോൾ അവൾ ഗർഭിണിയായി. ഈ വാർത്ത പുറത്തു വന്ന അന്ന് മുതൽ ഈ പെൺകുട്ടി എണ്ണൽ ആരംഭിച്ചു. അതെ, അവളുടെ ഭർത്താവും എണ്ണൽ തുടങ്ങി, മാതാപിതാക്കളും എണ്ണൽ തുടങ്ങി എന്ന് ഞാൻ കാണും എൻ്റെ കുഞ്ഞിനെ. എൻ്റെ കുഞ്ഞാണായിരിക്കുമോ, പെണ്ണായിരിക്കുമോ, അപ്പനെ പോലിരിക്കുമോ, അമ്മയെ പോലിരിക്കുമോ എന്ന് ഞാൻ കാണും എൻ്റെ കുഞ്ഞിനെ. എണ്ണലാണ് ജീവിതം. അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരാൾ രോഗിയായി ആശുപത്രിയിൽ ചെന്നു, വിശദ പരിശോധന നടത്തിയ ഡോക്ടർ പറഞ്ഞു, സംശയമുണ്ട്, ഒരു ബയോപ്സി എടുക്കണം. അല്പം ചുരണ്ടിയെടുത്തു, അല്പം കുത്തിയെടുത്തു. ബയോപ്സി ടെസ്റ്റിന് അയച്ച അന്ന് മുതൽ രോഗിയും രോഗിയുടെ വീട്ടുകാരും മുൾമുനയിൽ നിന്ന് എണ്ണലാണ്. അയ്യോ, എന്നായിരിക്കും റിസൾട്ട് വരിക, എന്തായിരിക്കുമോ റിസൾട്ട് ആവോ? ദൈവമേ, പോസിറ്റീവ് ആകരുത്, നെഗറ്റീവ് ആകണമേ. പ്രാർത്ഥനയും എണ്ണലും തുടരുകയാണ്. ജീവിതം ഒരു എണ്ണലാണ്. സത്യം, ജീവിതം ഒരു എണ്ണലാണ്. എന്നാൽ ബുദ്ധിയുള്ളവർ ബുദ്ധിപൂർവം എണ്ണലേതെന്നറിയാമോ? ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ട് ഈ ഭൂമിയിൽ? ഞാൻ ഇനി എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കും ഇവിടെ? എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുക? എപ്പോഴാണ് ഞാൻ പടിയിറങ്ങിപ്പോകേണ്ടി വരിക? എന്നാണ് എൻ്റെ ജീവിത സൂര്യൻ അസ്തമിക്കുക? എണ്ണി നോക്കാൻ ബോധമുണ്ടാകണം. എണ്ണിയാൽ അറിയാം, എനിക്ക് മുമ്പിൽ സമയം വളരെ പറയില്ല നിങ്ങൾ, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അച്ഛനിവിടെ നിന്നിട്ട് 35 അല്ലെങ്കിൽ 40 മിനിറ്റേ ആയിട്ടുള്ളൂ. ചിലർ വാച്ചിൽ നോക്കി തുടങ്ങി. ഇതെപ്പോൾ തീരുമെന്നറിയാനാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ മടങ്ങിപ്പോകുന്നില്ല. നാളെ ഉച്ചയ്ക്കത്തെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടേ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്യാവശ്യം തിരക്കുള്ളവർക്ക് ആരോടും പറയാതെ പോകാം. പന്തലിൽ നിന്നും പോകാം, ജീവിതത്തിൽ നിന്നും പോകാം. ഹല്ലേലൂയ. ദയവായിട്ട് നിങ്ങൾ വാച്ചിൽ നോക്കി എന്നെ കണ്ണുരുട്ടി കാണിക്കരുത്. ഉണർവോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ട്? ഉത്തരം, ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. കോതമംഗലത്ത് നിന്ന് വന്ന പാറേക്കര അച്ഛൻ ഇത് പറഞ്ഞതുകൊണ്ട് അങ്ങ് സമ്മതിച്ചു തരാൻ കല്ലടക്കാരായ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാച്ചോ എന്ന് ഇവിടെ ഇരുന്ന് ആരൊക്കെയോ ഉള്ളിൽ ഉരുവിടുന്നത് ഇവിടെ കേൾക്കുന്നു. ആമേൻ. അച്ഛൻ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കേണ്ട. കേട്ടെ, സത്യവേദ പുസ്തകം പറഞ്ഞാൽ സമ്മതിക്കരുതോ? അയ്യോ, അതുമില്ലേ? കല്ലടക്കാരെ കുറിച്ചുള്ള ധാരണ തെറ്റിക്കരുത്. സത്യവേദ പുസ്തകം പറഞ്ഞാൽ സമ്മതിക്കരുതോ? ഞെരങ്ങി മൂളിയ ഉറക്കപ്പറ. സത്യവേദ പുസ്തകം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. എങ്കിൽ ബൈബിൾ എന്താണ് പറയുന്നത്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. യാക്കോബ് ശ്ലീഹ പറയുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. മനുഷ്യ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് നിങ്ങളുടെ ഹല്ലേലൂയ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആമേൻ.
നിങ്ങളിങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ അത് കഷ്ടമായി പോകും പ്രിയപ്പെട്ടവരെ. ഞാൻ ഹല്ലേലൂയ പറയുമ്പോഴൊക്കെ നിങ്ങൾ തിരിച്ച് പറയുന്നത് അല്ലേലും വയ്യാന്നാ. കല്ലടക്കാർക്ക് ഹല്ലേലൂയ പറയാൻ അത്രയ്ക്ക് വലിയ താല്പര്യം കാണുന്നില്ല. അതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. എന്താ കാരണം എന്നറിയോ? എല്ലാവരും വിചാരിച്ചാൽ ഇത് പറയാനൊക്കില്ലെന്നാ. അത് അച്ഛൻ പറഞ്ഞതല്ല, വേദപുസ്തകം പറഞ്ഞതാ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ 33-ാമത്തെ സങ്കീർത്തനം? ആ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരെ കർത്താവിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആ സങ്കീർത്തന വാക്യം തെറ്റുകൂടാതെ ഇങ്ങനെയും വായിക്കാമെന്ന്: നീതി കെട്ടവരെ നിശബ്ദരായിരിക്കുവീൻ, സ്തുതിക്കുന്നത് നേരില്ലാത്തവർക്ക് ഉചിതമല്ലല്ലോ. രണ്ടാമത് വായിച്ചതാണ്: കല്ലടക്കാർക്ക് പാകമാകുന്നതെങ്കിൽ മിണ്ടരുത്. നേരും ചൊവ്വുള്ളവർക്ക് പറയാനുള്ളതാണ് സ്തുതിയും ഹല്ലേലൂയായോ. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഹല്ലേലൂയാ. കേൾക്കണേ, മർമ്മ തടി കിട്ടിയാൽ ആരാ നന്നാകാത്തത്? കല്ലടക്കാരും നന്നാവും. പക്ഷേ പ്രസംഗം തീരുന്നത് വരെ കാണുകയില്ല. നേരുള്ള ഒരു തീരും വരെ പറയും ഹല്ലേലൂയ എന്ന്. അല്ലാത്തവർ മൗനമായി പോകും താനെ. ആമേൻ. തിരിച്ചു വരാം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ സഹോദരിമാരോടൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ ആഹാരം പാചകം ചെയ്തല്ലേ കഴിക്കുക? അവരൊന്നും പറഞ്ഞു ഞാൻ കേട്ടില്ല. സഹോദരന്മാരെ, എല്ലാ നേരവും കൃത്യമായി വീട്ടിൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണോ? അല്ല. അവർ ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സഹോദരിമാരോട് വീണ്ടും ചോദിക്കുക. അവരാദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്വന്തം കെട്ടിയോൻ 7 വട്ടം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല. അപ്പോഴാ കോതമംഗൽ തിന്നുവെന്ന് അച്ഛൻ 1 വട്ടം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു. അച്ഛൻ പോ അച്ഛാ, വേറെ ജോലി ഉണ്ടോ എന്ന് നോക്ക്. ഈ സഹോദരിമാരോട് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. നട്ടലൊക്കെ ഒന്ന് വളച്ച് അല്പം മയപ്പെട്ട് തൊഴുകയ്യോടെ നിന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയും. സഹോദരിമാരെ, ഞാൻ വളരെ വിനയപ്പെട്ട് ചോദിക്കുക, നിങ്ങൾ വീട്ടിൽ ആഹാരം പാചകം ചെയ്തല്ലേ കഴിക്കുക? കണ്ടോടാ, ബോധം വയ്ക്കണം നിങ്ങൾക്ക്. ഈ ആണുങ്ങൾക്ക് ഇപ്പോൾ വിവരം മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ പഠിച്ചാൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടും. മീശ പിരിക്കാൻ നിന്നാ പോടാന്ന് പറയും. അച്ഛനോട് ഇത്രയും ചെയ്തപ്പോൾ നിങ്ങളോട് എന്തോരായിരിക്കും? അപ്പോൾ ഈ സഹോദരിമാരൊക്കെ വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് തന്നെ കഴിക്കൽ. കേട്ടെ, പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യാറുണ്ടോ? ഉണ്ട്. പ്രഷർ കുക്കറിൽ ആഹാരം ഇട്ട് അടുപ്പത്ത് വെച്ച് അടിയിൽ തീയും കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കാത്തു നിന്നാൽ വലിയ സീൽക്കാര ശബ്ദത്തോടെ ഇതിൻ്റെ മുകളിലുള്ള ബേറ്റിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ത്രികോണാകൃതിയിൽ നീരാവി പാറിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഈ സീൽക്കാരം അങ്ങ് നിലയ്ക്കുമ്പോൾ കണ്ണങ്ങടയ്ക്കണം. 1 2 3 4 5 എന്നെണ്ണണം. ഇംഗ്ലീഷ് അറിയാൻ പാടാത്തൊരു മലയാളത്തിൽ എണ്ണിയാൽ മതി. കണ്ണങ്ങ് തുറന്ന് നോക്കുമ്പോൾ ഈ നീരാവി കാണുമോ? പോയോ എല്ലാവരും? ഈ നീരാവി കാണുന്നില്ല. എവിടെ പോയി? 1 തൊട്ട് 5 വരെ എണ്ണുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ കണ്ട നീരാവി എവിടെ പോയി? മാഞ്ഞുപോയി. അതുപോലെയാണ് എൻ്റെയും നിന്റെയും ജീവൻ. അതാണ് യാക്കോബ് പറഞ്ഞത്. ഇപ്പോൾ കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയാണ് നിന്റെ ജീവിതം. ആമേൻ. അടിവരയിട്ട് പറയാം, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അതെ, യാക്കോബ് ഒരാൾ മാത്രം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാനിതങ്ങ്